നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഗിന്നസ് ബുക്കിന്റെ പേര് പറഞ്ഞ് ആയിരക്കണക്കിന് നർത്തകരെ പറ്റിച്ച് കോടികൾ വാങ്ങി പഴയ മലയാള സിനിമാ താരം ദിവ്യ ഉണ്ണി അമേരിക്കയ്ക്ക് മുങ്ങി. അപകടത്തിൽ ജീവനോട് മല്ലിടുന്ന ഉമാ തോമസിനെ ഒന്ന് കാണാനുള്ള മനസാക്ഷി പോലുമില്ലാത്ത സ്ത്രീ കൊച്ചി സ്റ്റേഡിയത്തിൽ നൃത്തം ചെയ്യാനെത്തിയ ദിവ്യ ഉണ്ണിക്ക് ബ്ലാക്ക് ക്യാറ്റുകൾ നൽകുന്ന സുരക്ഷയൊക്കെ കണ്ടാൽ തോന്നും ഇവർ ഇപ്പോഴും ഇന്ത്യൻ സിനിമയിലെ നായികയാണെന്ന്. പണ്ടെങ്ങാണ്ടോ 4-5 മലയാള സിനിമയിൽ അഭിനയിച്ച് പിന്നെ പടങ്ങളൊന്നും ഇല്ലാതായപ്പോൾ അമേരിക്കയ്ക്ക് കെട്ടിച്ചുവിട്ട ഒരു സാധാരണ നർത്തകി അമേരിക്കയിലെ ഹൂസ്റ്റണിൽ പാവം മലയാളികളെ ഡാൻസ് പഠിപ്പിച്ച് ജീവിക്കുമ്പോഴാണ് കേരളത്തിലെ കൊച്ചിയിൽ ഒരുങ്ങിയ നൃത്ത ഗിന്നസ് ചാകര വന്നത്. ഈ അവസരം ആദ്യം എത്തിയത് നവ്യ നായരിലാണ്. പക്ഷെ ഇതിന് പിന്നിലെ വൻ സാമ്പത്തിക തട്ടിപ്പും ചതിയും മനസ്സിലാക്കിയ നവ്യ നായർ പിന്മാറി. അങ്ങനെയാണ് സംഘാടക കൂർമ്മ ബുദ്ധികൾ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ദിവ്യ ഉണ്ണിയെ കണ്ടെത്തുന്നത്. ഇനിയൊരു 10 ജന്മം നൃത്തം പഠിപ്പിച്ചാലും കിട്ടാത്ത പ്രതിഫലം കൊച്ചിയിലെത്തി 4 ചുവടുകൾ വെച്ചാൽ കിട്ടുമെന്ന സുവർണ അവസരത്തെ ഇടം വലം നോക്കാതെ ദിവ്യ ഉണ്ണി പ്രയോജനപ്പെടുത്തി. സത്യത്തിൽ ഈ നൃത്ത പരിപാടിയിൽ ചതിക്കപ്പെട്ടത് മുഴുവൻ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ പാവം മലയാള നർത്തകരാണ്. 300 രൂപയുടെ സാരി 1600 രൂപയ്ക്ക് വാങ്ങി. രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ ആയിരങ്ങൾ വേറെ. ഒപ്പമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മിനിറ്റുകൾ മാത്രം നീളുന്ന നൃത്ത കോപ്രായം കാണാൻ സ്റ്റേഡിയത്തിൽ കയറാൻ വേണ്ടി വാങ്ങിയത് പിന്നെയും ആയിരങ്ങൾ. കയ്യിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ഗിന്നസ് വേൾഡ് അസോസിയേഷനുമായി ഒരു ബന്ധവുമില്ലാത്ത കേവലം പാർട്ടിസിപ്പൻസ് എന്ന ഒരു സാധാരണ കടലാസ്. അവിടെ നടന്നത് ഭരതനാട്യമാണെന്ന് 1% പോലും പറയാൻ സാധിക്കില്ല. നൃത്തത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുദ്രകൾ കാട്ടാനോ ചുവടുകൾ വെക്കാനോ പോയിട്ട് പരസ്പരം മുട്ടിയിട്ട് ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥ. പങ്കെടുത്ത പലരും ജീവിതത്തിൽ ആദ്യമായി ചിലങ്ക കിട്ടുന്നവർ. നൃത്തമുദ്രകൾക്ക് പകരം വികൃതമായ ശരീരഭാഷ പ്രദർശിപ്പിച്ച് ഒരു ഉത്തമ കലയെ കൂടി കോമാളി വേഷം കെട്ടിച്ചു. ഫുട്ബോളിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന ഗ്രൗണ്ട് അനധികൃതമായി വിട്ടു നൽകിയത് മുതൽ തട്ടിക്കൂട്ട് വേദി കെട്ടി വൻ ദുരന്തമുണ്ടാക്കിയതും യാതൊരു വിലയുമില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകിയതും 5 ഇരട്ടി അധിക പണം വാങ്ങി സാരി കൊടുത്തതും ഉൾപ്പെടെ കേരളത്തിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതിയും ചതിയും തട്ടിപ്പുമാണ് മൃദംഗവിഷന്റെ സംഘാടനത്തിൽ കൊച്ചിയിൽ അരങ്ങേറിയത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്ന ഉമാ തോമസിനെ ഒന്ന് ചെന്ന് കാണുവാൻ പോലും നൃത്തത്തിന് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി തയ്യാറായില്ല. ഈ മനസാക്ഷിയില്ലായ്മയെ കലാകാരി എന്ന് വിളിക്കാമോ? പോലീസ് സ്റ്റേഷനിലെത്തി ഒരു വിശദീകരണം പോലും നൽകാതെയാണ് ദിവ്യ ഉണ്ണി രാഖി രാമാനം വിമാനത്തിൽ കയറി അമേരിക്കയ്ക്ക് മുങ്ങിക്കളഞ്ഞത്. അമേരിക്കയിൽ താമസിക്കുന്ന തന്നെ ഒരു ചുക്കും ചെയ്യാൻ കേരളത്തിലുള്ള ഒരു നിയമ സംവിധാനത്തിനും കഴിയില്ല എന്ന അഹങ്കാരം. അല്ല, അത് ശരിയുമാണ്. നമ്മുടെ ക്രൈംബ്രാഞ്ചിനോ വിജിലൻസിനോ പോലീസിനോ കൊച്ചിയിൽ നടന്ന വലിയ അപകടത്തെക്കുറിച്ച്, കോടികളുടെ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ കഴിയുമോ? ദിവ്യ ഉണ്ണി അമേരിക്കയിലല്ല, ഏത് പാതാളത്തിൽ ഒളിച്ചാലും മണിക്കൂറുകൾക്കകം ചെവിക്ക് തൂക്കിക്കൊണ്ടുവരാൻ കഴിവും പ്രാപ്തിയുമുള്ള 100 കണക്കിന് ഉദ്യോഗസ്ഥർ നമ്മുടെ എല്ലാ വകുപ്പിലുമുണ്ട്. പക്ഷെ അവരുടെയൊക്കെ മൂക്ക് തുളച്ച് മൂക്ക് കയറിട്ട് ആ ചരടറ്റം ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ മുതലാളിമാരാണ്. ആടിക്കളിയടാ കൊച്ചിരാമ, ചാടിമറിയടാ കൊച്ചിരാമ, അങ്ങനെ പറ്റൂ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്. എന്തായാലും ദിവ്യ ഉണ്ണിയെ സമ്മതിക്കണം, പണത്തിന് മുന്നിൽ മനസ്സാക്ഷി അടിയറ വെച്ച കലാകാരി.